ഇതിലെ ക്ലിൻസ് മീഡിയ സ്റ്റുഡിയോയിലെ അലിയായിരുന്നു ഒരു വർഷം മുൻപ് പാങ് GLP സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. എന്നാൽ അപകടത്തിൽ മരിച്ച ശേഷം ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുള്ള ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടി വന്നതിന്റെ നടുക്കത്തിലാണ് അലി. പാങ്ങിൽ നിന്ന് യൂനസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനുള്ളത് പള്ളിപ്പറമ്പിലെ ചേണ്ടിയിലെ ഒരു സ്റ്റുഡിയോയിലാണ്. ക്ലിൻസ് മീഡിയ എന്നൊരു സ്റ്റുഡിയോയിലാണ്. നമുക്കറിയാം ഒരു ദൃശ്യം ഉണ്ടായിരുന്നു, അധ്യാപകരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ എടുത്തതും അത് എഡിറ്റ് ചെയ്തതും ഇവിടെ ഈ സ്റ്റുഡിയോക്കാരാണ്. ഇപ്പോൾ നമുക്കറിയാം ആ ഒരു അധ്യാപകരുടെ അവരുടെ വേർപാടിന് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചിട്ടുള്ള ഒരു ഫ്ലെക്സും അതോടൊപ്പം തന്നെ അതിൻ്റെ ദൃശ്യങ്ങളും എടുക്കുന്നതും ഈ ഒരു എഡിറ്ററാണ് എന്നുള്ളതാണ് വളരെ ഒരു വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ ഗ്രൂപ്പ് ഫോട്ടോ? അവർ കഴിഞ്ഞ വർഷമാണ് എടുത്തിട്ടുള്ളത്. ഒക്കെ നമുക്കറിയുന്ന ടീച്ചേഴ്സാണ്. പിന്നെ എൻ്റെ മോളോട് പഠിച്ചുകൊണ്ട് എനിക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട്. അതെ അതെ, നമുക്ക് ഇവരൊക്കെ മുഖം ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ടീച്ചറൊക്കെ ഞാൻ നന്നായിട്ട് അറിഞ്ഞാണ്. റംല ടീച്ചർ, അതുപോലെ ഷക്കീല ടീച്ചറുണ്ട്, കാണിച്ചു തരാം. അവരൊക്കെ നമ്മൾ അത്രയും അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ഒരു ഈ ടീച്ചറൊക്കെ ഞാൻ ഈ പ്രാവശ്യം ഫോട്ടോ എടുത്താണ്, സംസാരിച്ചാണ്. ഇങ്ങനൊരു അവസ്ഥയ്ക്ക് ഞാനിത് എഡിറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുമ്പോൾ ഒരു 6 മണിക്ക് ശേഷം എൻ്റെ സുഹൃത്ത് വിളിച്ചത്. അപ്പം ഇങ്ങനെ ഒരു പള്ളിപ്പറമ്പിൽ അപകടം നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതിലെ ടീച്ചറുണ്ട്, ടീച്ചർ ഭർത്താവിനെ വിളിച്ചപ്പോൾ സംഭവം നടന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയണ്ടു, ഒരു അറ്റാച്ച്മെന്റ് ടീച്ചർമാർ അവരൊക്കെ. കാരണം വെച്ചാൽ നമ്മൾ അറിയുന്നതും ഈ മജീദ് മാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റംല ടീച്ചർ ആയിക്കോട്ടെ, ഇവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ട മോളോട് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരൊക്കെ കൂടുതൽ അറിയാം. പക്ഷെ ഇവരൊക്കെ പെട്ടെന്ന് പോയി എന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഒരു ഒരു ഞെട്ടിൽ മാറിയിട്ടില്ല. അതെ അതെ, അത് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന ഈ ഒരു അവസരത്തിൽ ഞാൻ പറയണത്. എൻ്റെ മോളെ അധ്യാപകരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അവൾ കരച്ചിലാണ്. ഇവരൊക്കെ അവൾ അധ്യാപികമാരുമാണ്. അപ്പോൾ അവൾ ഇന്നലെ മുതൽ തന്നെ അവൾക്ക് എന്താ വെച്ചാൽ ഭയങ്കര കരച്ചിലാണ് വീട്ടിൽ. അതെ അതെ, നല്ല അറ്റാച്ച്മെന്റ് ആണ്. കാരണം ഈ പ്രത്യേകിച്ച് മജീദ് മാഷൊക്കെ കണ്ണ് കാണില്ലെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അതുപോലെ ഓരോ ടീച്ചേഴ്സും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്കൂളും മുഴുവൻ ടീച്ചറും പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ നഷ്ടം തന്നെയല്ലേ അത്. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ എടുത്തൊരു ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്താ പറയാ, എനിക്ക് ശരിക്കും ഒന്നും കിട്ടുന്നില്ല. അറിയാം. കാരണം ഒരുപാട് വർഷമായിട്ട് എനിക്ക് അറിയുന്നതാണ്. നമ്മൾ തന്നെയാണ് വരെ ഫോട്ടോസ് എടുക്കല്, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലൊക്കെ എടുക്കല് ഞാൻ തന്നെയാണ്. അതെ അതെ, അറിയാം, നേരിട്ടൊക്കെ അറിയാം. ഇവരൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഞാനത് ചെയ്യട്ടെ, അവരെത്തുമ്പോഴത്തിന് ചെയ്തു കൊടുക്കണം. ശരി. ഇത് തന്നെയാണ് ഇവർ പറഞ്ഞ വലിയൊരു സങ്കടത്തിന്റെ ഒരു കടൽ തന്നെയുണ്ട്. കാരണം അതിനുവേണ്ടി അവരുടെ ഫോട്ടോ എടുത്തു. ഇപ്പോൾ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എഡിറ്റ് ചെയ്യുന്ന ആ ഫോട്ടോ എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നത്. ഏതായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ അധ്യാപകരുടെ ഒരു ഇമേജ് നമുക്ക് കാണാം. ആ അധ്യാപകരുടെ ആ ഒരു ഇമേജ് തന്നെ പ്രാർത്ഥനകളോടെ വിടാ എന്നുള്ള രീതിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അത് തന്നെ അവർ എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം അതിനെ കാണുന്നത്.